അറബിയിലുള്ള ഖുതുബ അത് നാൾക്കുനാള് ലോക മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ള ഐക്യത്തിന്റെ ഒരു പ്രത്യേകമായ ഭാവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അറബിയിലുള്ള ഖുതുബ. ആരാണ് അതിൽ വിഘടനം സൃഷ്ടിച്ചത്? ആരാണ് അതിനെതിരെ ശക്തമായി ശബ്ദിച്ചത്? അറബിയിലുള്ള ഖുതുബ ഓതിയാൽ അത് മലയാളികളായ ആളുകൾക്ക് തിരിയില്ല, അതുകൊണ്ട് തിരിയുന്ന ഭാഷയിലായിരിക്കണം ഖുതുബ എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തു എന്ന് മാത്രമല്ല, പഴയ കാലങ്ങളിൽ ഇവർ കോടതി വരെ കയറി. ഖണ്ഡനങ്ങളെ കൊണ്ട് സാധിക്കാത്തതിന്റെ പേരിൽ ഹസൻ മുസ്ലിയാരുള്ള കാലഘട്ടത്തിൽ ഇവർ കോടതിയെ സമീപിച്ച് കോടതിയിൽ ഇവർ അപേക്ഷ കൊടുത്തു. ഖുതുബയുടെ വിഷയത്തിൽ അവരുടെ വാദം അവർ ജഡ്ജിയുടെ മുമ്പിൽ സമർപ്പിച്ചു. ഖുതുബ സാധാരണ ഒരു ഉത്ബോധനം പോലെയുള്ള ഉത്ബോധനമാണ്. ഉത്ബോധനം തിരിയുന്ന ഭാഷയിലാകണം, അതിനാൽ ഖുതുബയും തിരിയുന്ന ഭാഷയിലാകണം. ഇതായിരുന്നു അവരവിടെ സമർപ്പിച്ചിരുന്ന ഏറ്റവും വലിയ രേഖ. അവരുടെ വാദം അതായിരുന്നു. ഇ കെ ഹസൻ മുസ്ലിയാർ പറഞ്ഞു, ഖുതുബ എന്ന് പറയുന്നത് സാധാരണ ഉത്ബോധനങ്ങളെ പോലെയല്ല, അത് പ്രത്യേകമായ നിബന്ധനകൾ അനുസൃതമായി ചെയ്യേണ്ട ഒരു പ്രത്യേക ആരാധനയാണ് ഖുതുബ. അതുകൊണ്ട് അതിന്റെ ഭാഗമായി, അതിന്റെ നിബന്ധനയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ് അറബി ഭാഷയിൽ നിർവഹിക്കുക എന്നത്. അങ്ങനെ തന്നെ അത് നിർവഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇ കെ ഹസൻ മുസ്ലിയാർ അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായി ജഡ്ജിയുടെ മുമ്പിൽ അങ്ങ് സമർപ്പിച്ചു. ജഡ്ജി മൗലവിനെ വിളിച്ചു, ഇവിടെ വെച്ച് നിങ്ങൾ നടത്തുന്ന ഖുതുബണ്ടല്ലോ, അതിമലാളപ്പോ പ്രശ്നമല്ല, അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച നടത്തുന്ന ഈ ഖുതുബ നിങ്ങളൊരു പണി, നിങ്ങളത് തിങ്കളാഴ്ച നടത്തി കളയുക. പിന്നെ കുഴപ്പമില്ല, വെള്ളിയാഴ്ച നടത്തിക്കോട്ടെ, നിങ്ങൾ തിങ്കളാഴ്ച നടത്തിക്കോളി. അപ്പൊ മൗലവി പറഞ്ഞു, അത് തിങ്കളാഴ്ച നടത്താൻ പറ്റൂല. എന്തേ? തിങ്കളാഴ്ച ഉത്ബോധനം ആവൂലേ നടത്തിയാൽ? അല്ല, ആകും, പക്ഷെ ഖുതുബ ആവൂല. അത് ശരി, എന്നാ ഒരു പണി ചെയ്യാ, വെള്ളിയാഴ്ച ആയിക്കോട്ടെ, നിങ്ങൾ വെള്ളിയാഴ്ച 6 മണിക്ക് തന്നെ തുടങ്ങിക്കോളി രാവിലെ. പിന്നെ ഓല് വരാനാകുമ്പോൾ നിങ്ങൾക്ക് അത് തീർത്തു പോവല്ലോ, രാവിലെ തന്നെ അടുത്ത് തുടങ്ങിക്കോളി. അപ്പൊ മൗലവി പറഞ്ഞ്, അത് പറ്റൂല, അതിനൊരു നിശ്ചിത സമയമുണ്ട്, ആ സമയത്ത് തന്നെ തുടങ്ങണം. അല്ല, 6 മണിക്ക് പ്രസംഗിച്ചാൽ പ്രസംഗാവൂലേ? അല്ല, പ്രസംഗാവും, പക്ഷേ ഖുതുബ ആവൂല. അത് ശരി, എന്നാ ഒരു പണി ചെയ്യാം, നിങ്ങൾ ഉച്ചക്കനെ തുടങ്ങിക്കോളി, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവര് നിർത്തുന്ന സമയത്ത് നിർത്തരുത്. നിങ്ങൾ ഒരു വൈകുന്നേരം ഒരു 6 മണി വരെയാണ് പോയിക്കോട്ടെ. നീണ്ട ഒരു പ്രസംഗം തന്നെ അത് നടത്തിക്കളി, തീർത്താളിയാണ്. 2 ആഴ്ചക്കുള്ള ഒറ്റടിക്കാൻ തീർത്താളി. അത് പറ്റൂല, അതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ തീർത്തിരിക്കണം. എന്താ, നിങ്ങളൊരു പണി, ആ പ്രസംഗങ്ങൾ മദ്രസയിൽ വെച്ച് നടത്തിക്കോളി. അത് ഏതായാലും പറ്റില്ല, പള്ളിയിൽ വെച്ച് തന്നെ നടത്തണം. അത് ശരി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളെ വാദം നിരർത്ഥകമാണ്. കാരണം നിങ്ങൾ പറഞ്ഞത് എന്താ? ഖുതുബ സാധാരണ ഉത്ബോധനങ്ങളെ പോലെ ഒരു ഉത്ബോധനമാണ്, അത് തിരിയുന്ന ഭാഷയിലാവണം എന്നാണ് നിങ്ങൾ ഇവിടെ വാദിച്ചത്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച പ്രസംഗിച്ചാലും ഉത്ബോധനം തന്നെയല്ലേ? രാവിലെ പ്രസംഗിച്ചാലും ഉത്ബോധനം തന്നെയല്ലേ? വൈകുന്നേരം വരെ പ്രസംഗിച്ചാലും ഉത്ബോധനം തന്നെയല്ലേ? പള്ളിയിലുള്ളത് വേറെ ഒരു സ്ഥാനത്തേക്ക് മാറ്റിയാലും ഉത്ബോധനം തന്നെയല്ലേ? അപ്പൊ നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഹസൻ പറഞ്ഞതുപോലെ ചില നിബന്ധനകൾ അടങ്ങിയിട്ടുള്ള ആരാധനയാണ്. അപ്പൊ ഹസൻ മുസ്ലിയാരും ടീമും പറഞ്ഞത് ആ നിബന്ധനകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ് അറബി ഭാഷയിലാവുക എന്നുള്ളത്. അതും കൂടെ അതിന്റെ കൂടുതലാണ്ട് ചേർത്തി കൊടുത്തോളി, ഞാൻ വിട്ടോളി. അന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പാഞ്ഞത് അവര്, പിന്നെ അവര് കോടതിയിൽ കയറിയിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ നിലക്ക് തെളിവുകളുടെ പിൻഫലമില്ലാതെ പണ്ഡിതന്മാരുടെ മുമ്പിൽ പൂർണ്ണമായും സമ്മതിച്ച് ഊപ്പുകുത്തേണ്ടി വന്നിരുന്ന ഒരു വിഭാഗം, മുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടേണ്ടി വന്നിരുന്ന ഒരു വിഭാഗം, ഇവരാണോ തൗഹീദിന്റെ ആളുകളായി ഇവിടെ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്? അതാ ഞാൻ പറയുന്നത്. ആ ഹസൻ മുസ്ലിയാർക്ക് കൊഞ്ഞനം കിട്ടി. പിന്നീട് ഉമർ മൗലവി പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആകണം, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഹസൻ മുസ്ലിയാർക്ക് നേരെ എഴുതി കൊടുത്തിരുന്ന കത്ത് ഇന്ന് നമ്മളത് തന്റെ മകൻ ബഷീർ മാസ്റ്റർ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ രംഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. ബഷീർ മാസ്റ്റർ ഇന്ന് ഈ പരിശുദ്ധ ദീനില്ലെന്ന് പൂർണ്ണമായും രാജിവെച്ച് സന്യാസിയായി ജീവിക്കുകയാണ്.
ആര്? ഉമർ മൗലവിയുടെ മകൻ ബഷീർ മാസ്റ്റർ. ഇൻഷാ അല്ലാഹ് ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്. കള്ളിന്റെ മഹത്വവും പഴയ കാലത്ത് ആ കുടുംബം കള്ള് ചെത്താൻ വേണ്ടി കൊടുത്തിട്ട് കള്ളിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആ കുടുംബത്തിനും കിട്ടിയിരുന്നു എന്ന് പരസ്യമായി മകൻ പറയുമ്പോൾ ഉമർ മൗലവി എന്ന പാപ്പ പഴയ കാലത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയും പൂർവികർക്കെതിരെയും തിരിഞ്ഞിരുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും എന്ന വിശ്വാസമാണ് നമുക്കൊരൽപ്പം സമാധാനം നൽകിയിട്ടുള്ളത് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. സമയത്തിനനുസരിച്ച് ഞാൻ നിങ്ങൾക്കത് കാണിക്കും.